ഹലോ, സേ ചിയേഴ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ് കേട്ടുള്ളൂ. പനീർ ദോ പ്യാസ. ബേസിക്കലി ഒരു പനീറിൻ്റെ കറിയാണ് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ട്. ഇത് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഒരു കടായി ചൂടാക്കിയിട്ട് അതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഗ്രൗണ്ട്നട്ട് ഓയിലൊക്കെ നന്നായിരിക്കില്ലോ, വെളിച്ചെണ്ണ നന്നാവില്ല കേട്ടുള്ളൂ ഇതിന്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കണം. ഗ്യാസിൻ്റെ ഫ്ലെയിം ഒന്ന് ചുരുക്കിക്കോളൂ. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 3-4 പച്ച ഏലക്കായ ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 5-8 കുരുമുളക് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 3 മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് വതക്കിയെടുക്കണം. ഉള്ളി ഒന്ന് ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് വതക്കണം, നന്നായി വതങ്ങണം ഉള്ളി. ഇത് നല്ലോണം എണ്ണയിൽ വതക്കിയിട്ട് അരയ്ക്കുമ്പോഴാണ് കറിക്ക് സ്വാദ് കൂടുന്നത്. ഉള്ളി നന്നായി വതങ്ങിയ ശേഷം നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നല്ല മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് അതിനെ കുക്ക് ചെയ്യണം. പൊടികളുടെ പച്ചമണമൊക്കെ മാറിയ ശേഷം അതിലേക്ക് 2 ചെറിയ ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഇനി ക്യാപ്സിക്കം ഒന്ന് വതക്കിയെടുക്കണം. ക്യാപ്സിക്കം ഒന്ന് വതങ്ങിയ ശേഷം അതിലേക്ക് നമ്മൾ 1 മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഇനി ഈ തക്കാളി നന്നായിട്ടൊന്ന് വതക്കിയെടുക്കുക. നമുക്ക് വേണമെങ്കിൽ അതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. വേണമെങ്കിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വെക്കാം. ഞാനത് ചെയ്തിട്ടില്ല. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് ആറാൻ വെക്കണം. നല്ലോണം ആറിയ ശേഷം അതിനെ ഇതുപോലെ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇനി ആവശ്യമുള്ള സാധനങ്ങൾ ഉള്ളി, പനീർ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ആ കറുത്ത ഏലക്കായില്ലേ വലുത്, അത് ഒരെണ്ണം. ഇനി ഒരു കടായി ചൂടാക്കിയിട്ട് അതിൽ 3-4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആ കറുത്ത ഏലക്കായ ഒരെണ്ണം എടുത്തിട്ടുണ്ടല്ലോ അതിനെ ചതച്ചിട്ട് ഇതിൽ ചേർക്കുക. പിന്നെ ഉള്ളി ചേർക്കുക. ഉള്ളി ഇങ്ങനെ ചതുരത്തിൽ മുറിച്ചിട്ട് ചേർക്കണം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പം ചേർത്ത് കൊടുക്കുന്ന ഉള്ളി ഇതേ ഷേപ്പിൽ മുറിക്കാൻ ശ്രദ്ധിക്കണം. ഇനി അതിലേക്ക് 1 കപ്പ് പനീർ ചേർത്ത് കൊടുക്കുക. പനീർ നമുക്ക് ആവശ്യമനുസരിച്ച് എടുക്കുക. ആ പനീർ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കയ്യിലിട്ട് ഇളക്കിയാൽ പൊട്ടണ്ട പറഞ്ഞ് ഇങ്ങനെ ഇളക്കുകയാണ്. അപ്പം അതൊക്കെ കയ്യിലിട്ട് ഇളക്കുകയും ചെയ്യാട്ടുള്ളൂ വേണമെങ്കിൽ. പനീർ ഇട്ടിട്ട് ഒരു 1/2 മിനിറ്റ് മാത്രമേ നമ്മൾ വേവിക്കാൻ പാടുള്ളൂ, കൂടുതൽ സമയം വേവിക്കാൻ പാടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുക. ഈ പേസ്റ്റ് നമ്മൾ വേവിച്ചിട്ടാണല്ലോ അരച്ചിരിക്കുന്നത്, അതുകൊണ്ട് പിന്നെ ഒരുപാട് നേരിട്ട് വേവിക്കേണ്ട കാര്യമില്ല. ഉപ്പ് പോരാ തോന്നുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കുക. ഒരു 2-3 മിനിറ്റ് ഇതിനെ തിളപ്പിച്ചാൽ മതി. അവസാനം ചെറുതായി അരിഞ്ഞു വെച്ച മല്ലിയില ചേർത്തി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി കുറച്ചുകൂടെ വെള്ളം പോലെ ആക്കണമെങ്കിൽ ഈ കൂട്ടാനിലേക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പക്ഷെ ഒരുപാട് വെള്ളം പോലെ ആയിരിക്കില്ല, ഈ കൂട്ടാനൊക്കെ കുറച്ച് തിക്കായിട്ട് തന്നെ ഉണ്ടാവുക. അപ്പോഴാണ് അത് കഴിക്കാൻ സ്വാദ് ഉണ്ടാവുക. ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേപോലെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യൂ. താങ്ക് യു. ബൈ.